ഇന്ത്യൻ റെയിൽവേയുടെ വെബ്സൈറ്റ് തകരാർ പരിഹരിച്ചു. ഉപഭോക്താക്കൾക്ക് സൈറ്റ് തുറക്കാനാകുന്നില്ല എന്ന വ്യാപകമായ പരാതികൾക്ക് പിന്നാലെയാണ് പരിഹാരം കണ്ടിരിക്കുന്നത്. 1 മണിക്കൂർ സെർവർ തകരാർ നേരിട്ടിരുന്നു. അഖിലശ്രീ വിവരങ്ങളുമായി. അഖിലശ്രീ, യാത്രക്കാരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ കാര്യമാണ്. 1 മണിക്കൂറോളം സെർവർ തകരാർ. വ്യാപകമായി പലയിടത്തുനിന്നും പരാതികൾ വരികയും നമ്മുടെ ഓഫീസിലേക്ക് തന്നെ പലരും വിളിച്ച് ഇതിൽ ഒരു വാർത്ത നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ പരിഹാരം വന്നിരിക്കുന്നത്? ഇതിലൊരു വിശദീകരണമുണ്ടോ? തീർച്ചയായും ഇന്ന് രാവിലെ മുതലാണ് തകരാർ കണ്ടെത്തിയത്. രാവിലെ 8 മണി മുതലാണ് സെർവറും അതുപോലെ തന്നെ വെബ്സൈറ്റും ആപ്പും ഒക്കെ കയറാനാകാത്ത ഒരു തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയുന്നില്ല, വാലിഡേറ്റിംഗ് എന്ന് പറഞ്ഞിങ്ങനെ നെറ്റ് ഇങ്ങനെ കറങ്ങി നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. 1 മണിക്കൂറിനുള്ളിൽ പ്രശ്നം പരിഹരിക്കും, അറ്റകുറ്റപ്പണിയാണ്, സൈറ്റിൻ്റെ അറ്റകുറ്റപ്പണി എന്ന തരത്തിലായിരുന്നു റെയിൽവേ ആദ്യം ഒരു വിശദീകരണം നൽകിയിരുന്നത്. പക്ഷേ 1 മണിക്കൂർ എന്ന് പറഞ്ഞത് നിരവധി മണിക്കൂറുകൾ പിന്നിട്ടത്. അല്പസമയം മുൻപ് മാത്രമാണ് പ്രശ്നം പരിഹരിച്ചത്. ഇപ്പോൾ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഇത് സൈറ്റ് തുറക്കാനാവാത്ത സ്ഥിതി പങ്കുവെച്ചുകൊണ്ട് തന്നെ സ്ക്രീൻഷോട്ടുകൾ അടക്കം ട്വിറ്ററിലും സമൂഹ മാധ്യമങ്ങളിൽ എല്ലായിടത്തും പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഒടുവിലാണ് ഇപ്പോൾ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം റെയിൽവേ ഉണ്ടാക്കിയിരിക്കുന്നത്. സമാന രീതിയിൽ കഴിഞ്ഞ മാസവും 1-ലേറെ തവണ ഈ റെയിൽവേയുടെ വെബ്സൈറ്റ് പണിമുടക്കിയിരുന്നു. സ്മൃതി. ശരി, ഇന്ത്യൻ റെയിൽവേയുടെ വെബ്സൈറ്റ് തകരാർ ഇപ്പോൾ പരിഹരിച്ചിരിക്കുന്നു. മണിക്കൂറുകളോളം ഉപഭോക്താക്കളെ ബുദ്ധിമുട്ടിച്ച വിഷയമാണ്. പക്ഷേ ഇപ്പോൾ സൈറ്റ് ശരിയായിരിക്കുന്നു. നേരത്തെ സൈറ്റ് തുറക്കാനാകാത്ത രീതിയിൽ പ്രശ്നം നിലനിന്നിരുന്നു. വലിയ രൂപത്തിൽ ആളുകൾ പരാതിപ്പെടുകയും ചെയ്തിരുന്നു. 1 മണിക്കൂർ ശേഷം ഇപ്പോഴാണ് സെർവർ തകരാർ പരിഹരിച്ചിരിക്കുന്നത്.